കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനമായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ തൊഴാൻ പറ്റി. മറ്റൊന്നുമല്ല, ഇന്നലത്തെ ആ ഒരു പരശുരാമൻ്റെ ആ ഒരു കാഴ്ച തന്നെയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ച തന്നെ മനസ്സ് കുളിർക്കെ കാണാൻ പറ്റി. കുറച്ച് തിരക്ക് തന്നെ ഉള്ളൂ, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ശനിയാഴ്ചത്തെ തിരക്കൊന്നും ആയിട്ടില്ലായിരുന്നു. എങ്ങനെയായാലും ഭഗവത് ദർശനം അത് എല്ലാ സമയത്തും നല്ലതാണല്ലോ. തലേ ദിവസത്തെ ദേവകൾ പൂജിതമായ, അതായത് തൃപ്പുക കഴിഞ്ഞ് ഓലവായനയൊക്കെ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ ആ ലോകത്തെ ദേവതകൾ വന്നിട്ട് ഭഗവാന്റെ ആ വിഷ്ണു വിഗ്രഹം, നാരായണ വിഗ്രഹം, ചതുർബാഹുവായ വിഗ്രഹം പൂജിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പൂജ കഴിഞ്ഞാൽ ആ തേജസ്സും കൂടി നമ്മളിലേക്ക് എത്തുന്നതാണ് നിർമ്മാല്യ ദർശനം. നമ്മൾ ആ നിർമ്മാല്യ ദർശനം ഇപ്പോൾ 3 to 3:10 വരെ ആ നിർമ്മാല്യ ദർശനം. അതിന് ശേഷമാണ് ഓരോ മാലകളും അഴിക്കുന്നുള്ളൂ. ആദ്യമൊക്കെ 3:01 ആകുമ്പോഴേക്ക് തന്നെ ആദ്യത്തെ മാല വിഗ്രഹത്തിൽ നിന്നും മാറ്റുമായിരുന്നു. ഇപ്പം അത് സമാധാനമായിട്ട്, അത് കാരണം ഒരുപാട് ഭക്തർക്ക് ആ നിർമ്മാല്യ ദർശനത്തിൻ്റെ പുണ്യം ലഭിക്കുന്ന ഒരവസ്ഥയാണ്. അതല്ലാന്ന് വെച്ചാൽ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ചെല്ലുമ്പോഴേക്ക് തന്നെ ആദ്യത്തെ മാല കഴിഞ്ഞു, അങ്ങനെ ഓരോന്നോരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായി ഭഗവാന്റെ ദർശനം, നിർമ്മാല്യ ദർശനം തന്നെ 10 മിനിറ്റ് സമയം കിട്ടുക എന്നറിയുമ്പോൾ ഒരുവിധം ഭക്തർക്ക് അത് കിട്ടുന്ന അവസ്ഥയാണ്. ആ ഭഗവാന്റെ ദർശനം എനിക്ക് കിട്ടി. അപ്പോൾ അത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളൊരു കടമയാണ്. അതുപോലെ തന്നെ ഇന്ന് കിഴക്കേ നടയിലെ പൂക്കളം, വിശാഖ പൂക്കളം വളരെ മനോഹരമായിട്ടുണ്ട്. വരാഹിയാണ് തേറ്റയുടെ കയ്യിൻ്റെ അടുത്ത് ഭഗവതീനെയും ലക്ഷ്മി ദേവീനെയൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള നല്ല രസമായിട്ടുള്ള പൂക്കളാണെന്ന്. ആ ഒരു കാഴ്ചയും അതിമനോഹരം തന്നെ. അത് നമുക്ക് നിർമ്മാല്യത്തിൻ്റെ മുൻപ് തന്നെ പൂക്കളൊക്കെ ഇട്ട് റെഡിയായിരുന്നു. അപ്പോൾ അതും കാണാൻ പറ്റി. ആ സമയത്ത് ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ, നിർമ്മാല്യ ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും മനോഹരമാണ്. ഭഗവാന്റെ ആ ഒരു സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തരമാണല്ലോ. ആ സമക്ഷത്തിൽ ചെന്നിട്ട് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ പൊന്നുണ്ണീനെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലോ. ഏത് പൂജകളാണെങ്കിലും എത്ര പൂജയാണെങ്കിലും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. അതല്ലേ കാഴ്ച. അപ്പോൾ എങ്ങനെയായാലും ഇന്നത്തെ നിർമ്മാല്യ ദർശനം കാണാൻ പറ്റി. എല്ലാവർക്കും എൻ്റെ കൂടെ എല്ലാവരും കണ്ടു എന്ന് സങ്കല്പിക്കുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ നിർമ്മാല്യ ദർശനത്തിൻ്റെ ആ പുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇനി നമുക്ക് ഉച്ചപൂജയിൽ കാണാം. ഹരേ കൃഷ്ണ.